ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചൂര കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വറുത്തരച്ച് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 കിലോ ചൂര എടുത്തിട്ടുണ്ട്. അത് പീസാക്കി വെച്ചു. അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അരമുറി തേങ്ങ, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉലുവ കടു വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് 1/4 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഞാൻ ഉലുവ മുഴുവനെ ഇടുന്നതാണേ. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചത്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചത്, പിന്നെ വാളൻപുളി ഒരു ചെറിയ നെല്ലിക്ക വെള്ളത്തിൽ പിഴിഞ്ഞത്. ഇത് നമുക്ക് ആദ്യം തേങ്ങ വറക്കാമേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ കറുത്ത്, അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വറുത്തതുകൊണ്ട് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. തീ ഓഫ് ചെയ്തേക്കണം അപ്പോഴേ, അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിയും. അപ്പോൾ ഇത് നല്ലതുപോലെ വറുതുകൊണ്ട് ആക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഗ്രൈൻഡർ മിക്സിക്കകത്ത് പൊടിച്ച് എന്നിട്ട് അരയ്ക്കാം. ഒന്ന് ആറിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മിക്സി ചൂടാം. ഓക്കെ, അപ്പം നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു, ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് കടുകും ഉലുവയും കൂടി ഇട്ട്, കറിവേപ്പിലുണ്ടെങ്കിൽ ഇടാം കേട്ടോ. കറിവേപ്പില്ലാത്തതൊന്നുമില്ല, ഇടുന്നില്ല. അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടാം. നല്ലപോലെ വഴറ്റണം. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ല അതങ്ങോട്ടിടണം. നല്ലതുപോലെ മണ്ണക്കകത്ത് വെക്കണം. എണ്ണ തെളിയുന്നതാണ് എൻ്റെ ഒരു കഴിവ്. എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റണം. വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വെച്ച് തക്കാളി അതൊന്ന് വേവട്ടെ. നമ്മൾ ആ തക്കാളി ഇട്ട് നല്ലപോലെ അരത്തിൽ എണ്ണയൊക്കെ തിളങ്ങി ഒരു തക്കാളി വാടി, എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിക്കാം. നല്ലപോലെ അത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ആ മിക്സി കഴുകിയ വെള്ളം കൂടെ വേണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിക്കാം. എന്നിട്ട് ഈ വെള്ളം തിളച്ചിട്ട് മീൻ കഷ്ണം ഇടാവും. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. അപ്പോൾ മീനെല്ലാം പറക്കിയിട്ട് ഇനി നമുക്ക് ഈ അരപ്പ് തിളയ്ക്കുന്നവരെ ഇത്തിരി തീ കൂട്ടി വെക്കണം. എന്നിട്ട് സ്ലോ ഫയറിലിട്ടിട്ട് വേവിക്കും. എന്നിട്ട് അടച്ച് വെച്ചേക്കാമേ. ഇടയ്ക്കൊന്ന് ഇളക്കണേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ പരുവം. അവിടെ എണ്ണ തെളിഞ്ഞ് സൈഡിലോട്ട് കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ. ഒരു 13 മിനിറ്റ് ആയി
13 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഗ്രേവി ഇത്രയും ഗ്രേവി ആണെങ്കിൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കുറുകണമെങ്കിൽ കുറച്ചുകൂടെ നേരം ഇട്ടാൽ മതി. പക്ഷേ ഈ എണ്ണ തെളിഞ്ഞ് വന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാവും കണ്ടോ സൈഡിൽ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പം താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.